ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്കുടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ബഷീറുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട 15 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു ലൈവ് ക്വിസ് പോലെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഓരോ ചോദ്യം വായിച്ച ശേഷവും നിങ്ങൾക്കൊരു 10 സെക്കൻഡ് ടൈമർ തന്നിട്ടുണ്ടാവും. അതിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഉത്തരം കുറച്ചുകൂടി മനസ്സിൽ ഉറയ്ക്കുന്നതാണ്, മറന്നു പോവുകയില്ല. അഥവാ നിങ്ങൾക്ക് ടൈമറുള്ള വീഡിയോസ് ഇഷ്ടമല്ല എങ്കിൽ ടൈമർ ഇല്ലാത്ത വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം അതിലും നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനത്തെ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം അറിയാവുന്നവർക്ക് വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ക്വിസുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും ലഭിക്കുവാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീറുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? വളരെയധികം എളുപ്പമുള്ള ചോദ്യമാണിത്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. അതായത് ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനം എന്ന്? ജനുവരി 21 വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചിരിക്കുന്നത്. അതായത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനമാണ് 1908 ജനുവരി 21. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീർ അന്തരിച്ച വർഷം ഏതാണ്? ബഷീർ അന്തരിച്ച വർഷം ഏത്? ബഷീർ അന്തരിച്ച വർഷം 1994. ദിവസം ജൂലൈ 5. ജൂലൈ 5 അദ്ദേഹം അന്തരിച്ചത് കൊണ്ടാണ് നമ്മൾ ജൂലൈ 5 ബഷീർ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ നാലാമത്തെ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇപ്പോൾ തൊട്ട് മുമ്പാണ് നമ്മൾ അതിൻ്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ബഷീർ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 5 നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജൂലൈ 5. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലം കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബേപ്പൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കോഴിക്കോട്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അച്ഛൻ്റെ പേരെന്ത്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിതാവിൻ്റെ പേരാണ് കായി അബ്ദുറഹ്മാൻ. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കായി അബ്ദുറഹ്മാൻ. ഏഴാമത്തെ ചോദ്യം ഇതാണ്: വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാവിൻ്റെ പേരെന്ത്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അമ്മയുടെ പേരെന്താണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാവിൻ്റെ പേരാണ് കുഞ്ഞാത്തുമ്മ. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് കുഞ്ഞാത്തുമ്മ. ഈ രണ്ട് ചോദ്യങ്ങൾ ഓർത്തു വെക്കുക. LP ലെവലിലൊക്കെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. എട്ടാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. ബഷീർ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ബഷീർ കുട്ടിക്കാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്?
ബഷീറിനെ കുട്ടിക്കാലത്ത് എല്ലാവരും വിളിച്ചിരുന്ന അഥവാ ബഷീർ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് കൊച്ചു മുഹമ്മദ്. 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൊച്ചു മുഹമ്മദ്. 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിന്റെ പേരെന്തായിരുന്നു? ബഷീർ താമസിച്ചിരുന്ന വീടിന്റെ പേരെന്ത്? ബേപ്പൂർ എന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേരാണ് വയലാലിൽ വീട്. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 10ാമത്തെ ചോദ്യം ഇതാണ്: ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിൻ്റെ പേരെന്താണ്? ഈയൊരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. ബഷീർ ഒറ്റൊരു നാടകം മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ബഷീറിൻ്റെ ഒരേ ഒരു നാടകത്തിൻ്റെ പേരാണ് കഥാബീജം. 11ാമത്തെ ചോദ്യവും ബഷീറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കൃതി തന്നെയാണ്. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ബഷീർ അന്തരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? ബഷീർ മരിച്ച ശേഷം അഥവാ അന്തരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച നോവലാണ് പ്രേം പാറ്റ എന്ന് പറയുന്നത്. അതായത് ഈ നോവലിൻ്റെ പ്രത്യേകത എന്താണ്? ബഷീർ അന്തരിച്ച ശേഷമാണ് ഈ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രേം പാറ്റ. 12ാമത്തെ ചോദ്യം ഇതാണ്: കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ഇത് ബഷീർ ക്വിസ് ആയതുകൊണ്ട് തന്നെ ഉത്തരം നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നതാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ മലയാളി വൈക്കം മുഹമ്മദ് ബഷീറാണ്. അപ്പോൾ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേരെന്താണ്? ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേരെന്ത്? ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേരാണ് ബഷീറിൻ്റെ ഐരാവതങ്ങൾ. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം: ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? ഇതും ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏത്? 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സർപ്പയജ്ഞം. അതായത് ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതിയാണ് സർപ്പയജ്ഞം. അപ്പോൾ ഈ വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് അവസാനത്തെ ചോദ്യമാണ്. ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വീഡിയോയിലെ 15ാമത്തെ ചോദ്യം: ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് മൂക്കൻ കേന്ദ്ര കഥാപാത്രമായി വരുന്നത്? കഥാപാത്രത്തിൻ്റെ പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും. മൂക്കൻ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുന്ന ബഷീറിൻ്റെ കൃതിയിലാണ്. അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്കാണ്. ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? വളരെ എളുപ്പമുള്ള ചോദ്യമാണിത്. ബഷീറുമായി ബന്ധപ്പെട്ട കുറച്ചെങ്കിലും കാര്യം അറിയുന്നവർക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് പേരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അതാണ് ബോണസ് ക്വസ്റ്റ്യൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബഷീറുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ടഫായ ചോദ്യങ്ങൾ അടുത്ത വരുന്ന ബഷീർ ദിന ക്വിസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. ഇതെല്ലാം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും നല്ലൊരു മാർക്ക് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത ആദ്യത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനിയും നമ്മുടെ വീഡിയോസ് ഉണ്ടാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.